മനുഷ്യന്റെ ഇച്ഛാശക്തി ബഹിരാകാശത്ത് ചരിത്രം കുറിച്ചിട്ട് ഏറെ ആണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. മനുഷ്യന്റെ കഥകളിലും കവിതകളിലും വിശ്വാസങ്ങളിലും നിറഞ്ഞുനിന്ന ചന്ദ്രൻ എന്ന ഗോളത്തിൽ കാൽ ചവിട്ടിയിറങ്ങിയതിൻ്റെ അനുസ്മരണീയമായ വാർഷികമാണിന്ന്. ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ മനുഷ്യന്റെ കാൽപാദ മുദ്ര പതിഞ്ഞിട്ട് വർഷങ്ങൾ തികയുന്നു. 1969 ജൂലൈ 21 ഇന്ത്യൻ സമയം പുലർച്ചെ 1:48 അമേരിക്കയുടെ അപ്പോളോ 11 പേടകത്തിലെ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങി. അമേരിക്കയിൽ ഇത് ജൂലൈ 20 രാത്രിയാണ്. മൈക്കൽ കൊളിൻസ് കൊളംബിയ പേടകം നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രന് ചുറ്റും കറങ്ങി. ചന്ദ്രോപരിതലത്തിലെത്തിയ ചന്ദ്രവാഹനമായ ഈഗിളിലാണ് ഇരുവരും ചന്ദ്രനിൽ കാലുകുത്തിയത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്ത സമുദ്രം എന്നാണ്. ഭൂമിക്കപ്പുറത്ത് മനുഷ്യന് കാലുകുത്താൻ സാധിച്ച ഏക ശൂന്യാകാശ ഗോളമാണ് ചന്ദ്രൻ. അവരവിടെ കൊടിനാട്ടി 21 മണിക്കൂറിലേറെ സമയം ചന്ദ്രനിൽ ചെലവഴിച്ചു. ആ സംഘം പാറയും മണ്ണും ശേഖരിച്ചു. ബഹിരാകാശ യന്ത്രത്തിൽ ജീവിതം ഹോമിച്ച ധീരയാത്രികരുടെ മെഡലുകളും ഒരു ലോഹത്തകിടും അവരവിടെ നിക്ഷേപിച്ചു. ആ ലോഹത്തകിടിൽ എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: ഭൂഗ്രഹത്തിൽ നിന്നുള്ള മനുഷ്യർ ചന്ദ്രനിൽ ആദ്യമായി ഇവിടെയാണ് കാലുകുത്തിയത്. മാനവരാശിയുടെ മുഴുവൻ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ വന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ ആംസ്ട്രോങ് ഉച്ചരിച്ച ആദ്യ വാചകവും പിൽക്കാലത്തെ ചരിത്രത്തിൽ ഇടം നേടി. മനുഷ്യന് ഇതൊരു ചെറു കാൽവയ്പ്, മാനവകുലത്തിനാകട്ടെ വലിയൊരു കുതിച്ചുചാട്ടവും. ചന്ദ്രന്റെ ഭൗതിക പര്യവേക്ഷണം തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അവരയച്ച ബഹിരാകാശ പേടകമായ ലൂണാർ 2 1959 സെപ്റ്റംബർ 14 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങി. പിന്നീട് മനുഷ്യനെ ചന്ദ്രനിലിറക്കാനായി അമേരിക്ക അപ്പോളോ പ്രൊജക്റ്റിന് രൂപം നൽകി. അങ്ങനെ അപ്പോളോ 17 വരെയുള്ള പദ്ധതികളിലായി 12 പേർ ചന്ദ്രനിലിറങ്ങി. 1972 ശേഷം ആരും ചന്ദ്രനിൽ പോയിട്ടില്ല. അപ്പോളോ 17 ചന്ദ്ര പര്യവേക്ഷണം അവസാനിപ്പിച്ചു. ചന്ദ്രനില്ലായിരുന്നുവെങ്കിൽ ഇരുണ്ട രാത്രികളെ അർത്ഥപൂർണമാക്കുന്ന നിലാവിൻ്റെ പുഞ്ചിരി നമുക്ക് നഷ്ടപ്പെട്ടേനെ. നിലാവും കുളിരും നൽകുന്ന കാവ്യസങ്കല്പങ്ങളും നഷ്ടമായേക്കും. എന്നാൽ ശാസ്ത്രലോകം ചന്ദ്രന്റെ അസാന്നിധ്യം അങ്ങനെ മാത്രമല്ല കാണുന്നത്. ചന്ദ്രനില്ലായിരുന്നുവെങ്കിൽ ഭൂമി തന്നെ ഇങ്ങനെയായിരിക്കില്ല എന്നാണ് അനുമാനിക്കുന്നത്. ഭൂമിയുടെ 23.5 ഡിഗ്രി ചരിഞ്ഞുള്ള കറക്കം ചിലപ്പോൾ വഴിവിട്ട കറക്കമായേക്കും. വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കാൻ സൂര്യനല്ലാതെ മറ്റാരും ഉണ്ടാകാത്ത അവസ്ഥയിൽ ഭൂമിയിൽ അസാധാരണമായ തിരമാലകൾ ഉണ്ടാകും. തിരയും തീരവും തമ്മിലുള്ള ബന്ധം ഇന്നു കാണും വിധം ആയിരിക്കണമെന്നില്ല. ഋതുഭേദങ്ങൾ മാറിമറിഞ്ഞു വന്നേക്കാം. ചന്ദ്രന്റെ അഭാവത്തിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ പരിണാമം ഇന്ന് കാണുന്ന വിധത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. നിലാവുള്ള രാത്രികളും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളും സസ്യങ്ങളുടെ പരാഗണത്തെയും ജീവികളുടെ പ്രത്യുൽപാദന പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നതായി കണ്ടിട്ടുണ്ട്. വാനനിരീക്ഷണ ശാസ്ത്രത്തിലും ചന്ദ്രൻ എന്നും നമുക്കൊരു പ്രചോദനമായിരിക്കുന്നു. ദിക്കറിയാനും കാലനിർണയത്തിനും ഒരു കാലത്ത് ചന്ദ്രനെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ വിദൂര ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഒരു ബേസ് താവളമായി അതിനെ ഉപയോഗിക്കാനാണ് ആധുനിക മനുഷ്യൻ ശ്രമിക്കുന്നത്. മനുഷ്യന്റെ ശാസ്ത്രഭാവനകളെ വളർത്തിയതിൽ അമ്പിളിയമ്മാവൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു.